ശശി തരൂർ എപ്പോഴും വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. അത് അപ്പോഴല്ലേ നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി കാണേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, BJPയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ എങ്ങനെ പോഴ്ത്തിയിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് BJPയിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? CPM-ൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡം ഓഫ് ഇതുണ്ടല്ലോ. അപ്പോൾ അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത്. എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം, ആ തെരഞ്ഞെടുപ്പിൽ ഈ BJPയും മോഡിയും എത്ര ശക്തമായിട്ടാണ് ഞാൻ എന്നെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി എന്ത് മലീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കണം. PM-ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് പറയുന്നവരോട് ചോദിക്കുക. ഉണ്ടായിരുന്നു അദ്ദേഹം പ്രചരണം. തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.